മഹാദേവൻ്റെ അഷ്ടോത്തര നാമാവലിയിലൂടെ ഒരു ആത്മീയ അനുഭവത്തിലേക്കുള്ള യാത്രയാണ് ഈ വീഡിയോ. ഭഗവാന്റെ 108 നാമങ്ങളുടെ പിന്നിലുള്ള രഹസ്യങ്ങൾ, ഓരോ നാമത്തിൻ്റെയും ശക്തി, അത് എങ്ങനെ ചൊല്ലണം, എന്തൊക്കെ പാലിക്കണം, അതിൻ്റെ ഫലങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് വരുന്ന ആളുകൾ ഇന്നും ഓം നമഃശിവായ എന്ന നാമത്തിൽ ആശ്വാസം കണ്ടെത്തുന്നത്. ഇതെല്ലാമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു നിമിഷം എല്ലാ ചിന്തകളും മാറ്റിവെച്ച് മനസ്സിനെ ശാന്തമാക്കി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണടച്ച് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക. ഓം നമഃശിവായ എന്നുള്ള നാമം മാത്രം ഹൃദയത്തിൽ മുഴങ്ങിയാൽ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തോ ഒരു സമാധാനമുണ്ടാകും. അപ്പോൾ ഭഗവാന്റെ അഷ്ടോത്തര നാമാവലി മുഴുവനും ഭക്തിയോടെ ചൊല്ലുമ്പോൾ അതിൻ്റെ ശക്തി എത്ര ആഴമുള്ളതായിരിക്കും. പലർക്കും അഷ്ടോത്തര നാമാവലി എന്ന് പറയുമ്പോൾ ഒരു പൂജാ സമയത്ത് വേഗം പറഞ്ഞു തീർക്കുന്ന 108 പേരുകൾ മാത്രമാണ്. പക്ഷേ സത്യത്തിൽ ഓരോ നാമവും ഒരു മന്ത്രമാണ്. ഓരോ നാമത്തിനും ഒരു തത്വമുണ്ട്. ഓരോ ശബ്ദത്തിനും ഒരു സ്പന്ദനമുണ്ട്. മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റുവാനുള്ള ഒരു ശക്തിയുണ്ട്. ഭഗവാനെ ആരും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. കാരണം ഭഗവാൻ ഒരു രൂപം മാത്രമല്ല, ഒരു ശക്തിയാണ്, ഒരു ബോധാവസ്ഥയാണ്. നമ്മുടെ എല്ലാം മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സമാധാനത്തിൻ്റെ പേര് തന്നെയാണ് ശിവം. അതുകൊണ്ടാണ് മഹാദേവൻ്റെ നാമങ്ങൾ ചൊല്ലുമ്പോൾ ചിലർ കരയുന്നത്, ചിലർക്ക് ശരീരത്തിനൊരു വിറയൽ അനുഭവപ്പെടും, ചിലർക്ക് മനസ്സ് ലഘുവാകും, ചിലർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. അഷ്ടോത്തര നാമാവലി എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ 108 നാമങ്ങളാണ്. അഷ്ടോത്തരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 108 എന്നാണ്. ഈ 108 നാമങ്ങൾ വെറുമൊരു പട്ടികയല്ല. ഭഗവാന്റെ വിവിധ സ്വഭാവങ്ങളും ശക്തികളും കരുണയും ഭയങ്കരത്വവും സ്നേഹവും ത്യാഗവും സംഹാരശക്തിയും എല്ലാം അടങ്ങിയ ദൈവിക രഹസ്യങ്ങളാണ് ഓരോ നാമങ്ങളും. ഓം മഹേശ്വരായ നമ, ഓം ശംഭവേ നമ, ഓം പിനാകിനേ നമ എന്ന് ഓരോ നാമവും പറയുമ്പോൾ നമ്മൾ ശിവൻ്റെ ഓരോ ഭാവങ്ങളെയാണ് വിളിച്ചുണർത്തുന്നത്. പലർക്കും ഒരു സംശയമുണ്ടാകും, ഈ നാമങ്ങൾ ചൊല്ലിയാൽ ശരിക്കും ഫലമുണ്ടോ? അതിന് ഉത്തരം പറയുന്നതിന് മുൻപ് ഒരു കാര്യം മനസ്സിലാക്കണം. മനുഷ്യൻ്റെ മനസ്സ് ദിവസവും എന്തൊക്കെയൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭയം, വിഷമം, കോപം, അസൂയ, പക, ദുഃഖം, ഈ ചിന്തകളൊക്കെ മനസ്സിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരാൾ ദിവസവും ദൈവനാമം ചൊല്ലുമ്പോൾ ആ ചിന്തകളുടെ ഇടയിൽ ഒരു ദൈവിക സ്പന്ദനം കടന്നു വരും. അതാണ് മനുഷ്യനെ മാറ്റി തുടങ്ങുന്നത്. ആദ്യം മനസ്സ് ശാന്തമാകും, പിന്നെ സംസാരത്തിൽ മാറ്റം വരും, പിന്നീട് ജീവിതത്തിൽ തന്നെ മാറ്റം സംഭവിക്കും. ഭഗവാന്റെ അഷ്ടോത്തരം ചൊല്ലുമ്പോൾ ഏറ്റവും പ്രധാനമായത് ഉച്ചാരണമല്ല, ഹൃദയമാണ്. ചിലർ സംസ്കൃതം ശരിയായി പറയാൻ കഴിയില്ലെന്ന് ഭയപ്പെടും. പക്ഷേ ഭഗവാൻ ഭാഷ നോക്കില്ല, ഭക്തിയാണ് നോക്കുന്നത്. ഒരു കുഞ്ഞ് തൻ്റെ അച്ഛനെ വിളിക്കുമ്പോൾ ഒരു വാക്ക് തെറ്റിപ്പോയാലും അച്ഛൻ അതിലെ സ്നേഹമാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെയാണ് മഹാദേവനും. മനസ്സ് സത്യസന്ധമായാൽ മാത്രം മതി. എന്നാൽ ചില രീതികൾ പാലിക്കുമ്പോൾ അതിൻ്റെ ആത്മീയ ഗൗരവം കൂടും. അതുകൊണ്ടാണ് മുൻകാല സന്യാസിമാരും സിദ്ധന്മാരും ചില നിയമങ്ങൾ പറഞ്ഞത്. അഷ്ടോത്തരം ചൊല്ലുന്നതിന് മുൻപ് ശരീരശുദ്ധിയും മനഃശുദ്ധിയും കഴിയുന്നത്ര പാലിക്കണം. കുളിച്ച ശേഷം ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഭഗവാന്റെ മുന്നിൽ ഇരിക്കുക. അത് ഒരു വലിയ പൂജാമുറി വേണമെന്നൊന്നുമില്ല. ചെറിയ ഒരു ശിവലിംഗം മതിയാകും, ഒരു ചിത്രം പോലും മതിയാകും. ഒന്നുമില്ലെങ്കിൽ മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചാൽ മതി. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ എന്തും മറയ്ക്കാം, പക്ഷേ ഭഗവാന്റെ മുന്നിൽ ഒന്നും മറയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് അഷ്ടോത്തരം ചൊല്ലുന്നതിന് മുൻപ് ഒരു നിമിഷമെങ്കിലും കണ്ണടച്ച് സ്വന്തം മനസ്സിനെ നോക്കണം. എൻ്റെ ഉള്ളിൽ കോപമുണ്ട്, എൻ്റെ ഉള്ളിൽ ഭയമുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ട്, പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ട് എന്ന് തുറന്ന് പറയണം. അപ്പോൾ ആ പ്രാർത്ഥന ജീവനുള്ളതാകും. അഷ്ടോത്തരം ചൊല്ലുമ്പോൾ ചിലർ ഓരോ നാമത്തിനും പൂവ് സമർപ്പിക്കും, ചിലർ കൂവളത്തില സമർപ്പിക്കും. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഇലകളിൽ ഒന്നാണ് കൂവളത്തില. 3 ഇലകൾ ചേർന്ന ആ കൂവളത്തില ഭഗവാന്റെ ത്രിനേത്രത്വത്തെയും ത്രിശൂലത്തെയും ഈ സൃഷ്ടിസ്ഥിതി സംഹാര തത്വങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ പൂവില്ലെങ്കിൽ പോലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഹൃദയം പൂവാകണം എന്നാണ് ഓരോ ശിവഭക്തരും പറയുന്നത്.
അഷ്ടോത്തരം ചൊല്ലുമ്പോൾ വേഗം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കരുത്. ഓരോ നാമവും പതുക്കെ അനുഭവിച്ചുകൊണ്ട് പറയണം. ഓം ശിവായ നമ എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്നത് മംഗളമാണ് എന്ന് ഓർക്കണം. ശിവൻ, ശിവം, മംഗളം. ഓം മഹേശ്വരായ നമ എന്ന് പറയുമ്പോൾ സർവ്വലോകങ്ങളുടെയും അധിപൻ എന്ന ഭാവം മനസ്സിലാക്കണം. ഓം ശംഭവേ നമ എന്ന് പറയുമ്പോൾ സന്തോഷത്തിൻ്റെ ഉറവിടം എന്ന ഭാവം അനുഭവിക്കണം. അപ്പോൾ നാമാവലി ഒരു പാരായണമല്ല, അത് ഒരു ധ്യാനമാകും. പലരും അഷ്ടോത്തരം ചൊല്ലുന്നത് പ്രശ്നങ്ങൾ മാറുവാൻ വേണ്ടിയാണ്. ജോലി കിട്ടാൻ, രോഗം മാറാൻ, കുടുംബ പ്രശ്നങ്ങൾ തീരാൻ, കടം മാറാൻ, ശത്രുക്കൾ അകന്നു പോകാൻ. തീർച്ചയായും പ്രാർത്ഥന മനുഷ്യന് ശക്തി നൽകും. പക്ഷേ ഏറ്റവും വലിയ ഫലം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. അഷ്ടോത്തരം സ്ഥിരമായി ചൊല്ലുന്ന ഒരാളുടെ മനസ്സിൽ ഒരു ഉറപ്പ് വരും. ഞാൻ ഒറ്റയ്ക്കല്ല, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്നൊരു ഭാവമുണ്ടാകും. ആ വിശ്വാസം മനുഷ്യനെ തകർക്കാതെ പിടിച്ചു നിർത്തും. ഭഗവാന്റെ നാമങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ശക്തിയുള്ളത് എന്ന് ചിലർ ചോദിക്കും. കാരണം ഓരോ നാമത്തിനും ഒരു സ്പന്ദനമുണ്ട്. ശാസ്ത്രപരമായി നോക്കിയാലും ശബ്ദങ്ങൾ ഒരു മനുഷ്യൻ്റെ നാഡീവ്യവസ്ഥയാണ് സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് മന്ത്രങ്ങൾ മനസ്സിനെ ശാന്തമാക്കുന്നത്. ഓം എന്ന ശബ്ദം തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ സൃഷ്ടിക്കും. അതിനോടൊപ്പം ശിവനാമങ്ങൾ ചേരുമ്പോൾ മനസ്സിലെ അലച്ചിൽ പതുക്കെ കുറയും. ചിലർക്ക് അഷ്ടോത്തരം ചൊല്ലുമ്പോൾ കരച്ചിൽ വരും. ചിലർക്ക് പഴയകാലത്തെ ഓർമ്മകൾ വരും. ചിലർക്ക് അനാവശ്യ ഭയം പുറത്തേക്ക് പോകുന്നത് പോലെ തോന്നും. ഇത് ഒരു ദൗർബല്യമല്ല, ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന ആ വികാരങ്ങളെ ദൈവസാന്നിധ്യത്തിൽ ഉരുകി തുടങ്ങുന്നതാണ്. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചൊല്ലുന്നത് വളരെ നല്ലത് എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ആ സമയത്ത് അന്തരീക്ഷം ശാന്തമാണ്, മനസ്സും കൂടുതൽ ഏകാഗ്രമാകും. എന്നാൽ സമയം കിട്ടാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരം വിളക്ക് തെളിയിച്ച് ചൊല്ലിയാലും മതി. പ്രധാനപ്പെട്ടത് സ്ഥിരതയാണ്. ആഴ്ചയിൽ ഒരിക്കൽ മണിക്കൂറുകളോളം ചൊല്ലുന്നതിനേക്കാളിലും ദിവസവും കുറച്ച് സമയം ഭക്തിയോടെ ചൊല്ലുന്നതാണ് ശക്തിയുള്ളത്. തിങ്കളാഴ്ച ശിവന് പ്രിയപ്പെട്ട ദിവസമായിട്ടാണ് കരുതപ്പെടുന്നത്. പ്രദോഷ ദിവസങ്ങളിലും മാസശിവരാത്രിയിലും മഹാശിവരാത്രിയിലും അഷ്ടോത്തരം ചൊല്ലുമ്പോൾ ഭക്തിയുടെ ആഴമാണ് കൂടുതലാകുന്നത്. എന്നാൽ ഭഗവാനെ സ്നേഹിക്കാൻ ഒരു പ്രത്യേക ദിവസം വേണ്ട. ഒരാൾ തകർന്ന ഹൃദയത്തോടെ ശിവ എന്ന് വിളിക്കുന്ന നിമിഷം തന്നെ അത് ഒരു പൂജയാകും. അഷ്ടോത്തരം ചൊല്ലുമ്പോൾ പാലിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധയാണ്. വായ് നാമം ചൊല്ലുകയും മനസ്സ് മറ്റൊരിടത്ത് നടക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആഴം കുറയും. അതുകൊണ്ട് കുറച്ച് സമയമെങ്കിലും മൊബൈലും ലോകചിന്തകളും പ്രശ്നങ്ങളും എല്ലാം മാറ്റിവെച്ച് ഭഗവാനിൽ മാത്രം മനസ്സ് നിർത്താൻ ശ്രമിക്കണം. ചിലർ ചോദിക്കും, ഞാൻ മാംസം കഴിക്കുന്ന ആളാണ്, എനിക്ക് അഷ്ടോത്തരം ചൊല്ലാമോ? തീർച്ചയായിട്ടും ചൊല്ലാം. ഭഗവാൻ മനുഷ്യനെ വെറുക്കുന്ന ദൈവമല്ല. പക്ഷേ ദൈവനാമം മനുഷ്യനെ പതുക്കെ ശുദ്ധിയിലേക്ക് നയിക്കും. അതുകൊണ്ട് പലർക്കും കാലക്രമേണ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് വരാം. അത് ഭയപ്പെടുത്തേണ്ട കാര്യമല്ല, ഉള്ളിലെ ബോധം വളരുന്നതിൻ്റെ ലക്ഷണമാണ്. നോൺ വെജ് കഴിക്കുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളിൽ ഭക്തി ഉണ്ടായതിന് ശേഷം നിങ്ങളിൽ സ്വയമേ മാറേണ്ട ഒരു കാര്യമാണത്. തീർച്ചയായിട്ടും ഈ നാമജപത്തിലൂടെയും മന്ത്രജപത്തിലൂടെയും ഒക്കെയും ആ ഒരു കരുണാഭാവം നിങ്ങളിൽ വളർന്നു കഴിയുമ്പോൾ ആ ഒരു സ്വഭാവ രീതിയും അല്ലെങ്കിൽ ആ ഒരു മാംസാഹാരത്തോടുള്ള നിങ്ങളുടെ ഇഷ്ടവും കാലക്രമേണ കുറഞ്ഞു വരും. അഷ്ടോത്തരം ചൊല്ലുമ്പോൾ കോപം കുറയാൻ തുടങ്ങും. കാരണം ശിവനെ ധ്യാനിക്കുന്ന ഒരു മനസ്സ് പതുക്കെ ക്ഷമ പഠിക്കുകയാണ്. അസൂയ കുറയും, അനാവശ്യ ഭയങ്ങൾ കുറയും. ചിലർക്ക് ഉറക്കം നന്നാകും, ചിലർക്ക് ഏകാഗ്രത കൂടും, ചിലർക്ക് വീട്ടിലെ അന്തരീക്ഷം ശാന്തമാകുന്നതായി തോന്നും. കാരണം ഒരാളുടെ മനസ്സ് മാറുമ്പോൾ അതിൻ്റെ സ്പന്ദനം വീട്ടിലെല്ലായിടത്തും ഉണ്ടാകും. പഴയകാല സിദ്ധറുകൾ പറയുമായിരുന്നു, ശിവനാമം ചൊല്ലുന്ന നാവിൽ വിഷം നിലനിൽക്കില്ല എന്ന്. അതിൻ്റെ അർത്ഥം വെറും വിഷമല്ല, മനുഷ്യൻ്റെ ഉള്ളിലെ വിഷങ്ങളായ പകയും അസൂയയും ക്രോധവും അഹങ്കാരവും എന്നിങ്ങനെയുള്ള വിഷങ്ങൾ പതുക്കെ ഇല്ലാതാകും എന്നതാണ് അതിൻ്റെ അർത്ഥം. അഷ്ടോത്തര നാമാവലി ഒരു കടമയായി ചെയ്യരുത്. ചൊല്ലിയില്ലെങ്കിൽ ദോഷമാകും എന്ന ഭയത്തോടെ ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഭഗവാൻ ഭയപ്പെടുത്തുന്ന ഒരു ദൈവമല്ല, അവൻ സ്നേഹത്തിലൂടെ മനുഷ്യനെ വിളിക്കുന്നവനാണ്. അതുകൊണ്ട് നാമാവലി ചൊല്ലുമ്പോൾ ഒരു ശിക്ഷ കിട്ടും എന്നുള്ള ആ ഒരു ഭയം വേണ്ട, സ്നേഹത്തിൻ്റെ ഭാവം മതി. ശിവഭക്തരുടെ ജീവിതം നോക്കിയാൽ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾക്ക് മനസ്സിലാകും. അവർക്കെല്ലായ്പ്പോഴും
പ്രശ്നങ്ങൾ കുറയുന്നില്ല. പക്ഷേ അവർ തകരാതെ നിൽക്കും. കാരണം അവരുടെ ഉള്ളിൽ ഒരു ആശ്രയമുണ്ട്. ആ ആശ്രയമാണ് ഭഗവാന്റെ തിരുനാമങ്ങൾ. അഷ്ടോത്തരം ചൊല്ലുമ്പോൾ ചിലർ ജപമാല ഉപയോഗിക്കാറുണ്ട്. ചിലർ 108 പ്രാവശ്യം ഓം നമഃശിവായ ജപിക്കും. ഇതൊക്കെയും മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള മാർഗങ്ങളാണ്. എന്നാൽ ഏറ്റവും വലിയ മന്ത്രം സത്യസന്ധമായ ഹൃദയമാണ്. ഒരുപാട് പേർ ജീവിതത്തിലെ ഏറ്റവും വിഷമഘട്ടങ്ങളിലാണ് ഭഗവാനെ കണ്ടെത്തിയത്. ആരും മനസ്സിലാക്കാത്ത വേദനകളിൽ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആ ഒരു സങ്കടാവസ്ഥ, ഒറ്റപ്പെടലിൽ, നഷ്ടങ്ങളിൽ അവർക്കൊപ്പം നിന്നത് ശിവനാമം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ശിവഭക്തി പലർക്കും ഒരു മതചടങ്ങ് മാത്രമാകുന്നില്ല, ഒരു ജീവൻ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയാണ്. അഷ്ടോത്തരം ചൊല്ലുമ്പോൾ മറ്റുള്ളവരെ ചെറുതായി കാണാൻ തുടങ്ങരുത്. ഞാൻ വലിയ ഭക്തനാണ് എന്ന അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ആ ഭക്തിയുടെ ആത്മാവ് നഷ്ടമാകും. യഥാർത്ഥ ശിവഭക്തൻ്റെ അടയാളം വിനയമാണ്, കരുണയാണ്. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാനുള്ള ഒരു ഹൃദയം അവർക്കുണ്ടാകും. ഭഗവാൻ ശ്മശാനവാസിയാണ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ പിന്നിലെ തത്വം വളരെ ആഴമുള്ളതാണ്. ഈ ലോകത്തിലെ എല്ലാം നശ്വരമാണെന്ന് ഓർമ്മിപ്പിക്കാനാണത്. പണവും സൗന്ദര്യവും അധികാരവും എല്ലാം ഒരു ദിവസം അവസാനിക്കും. പക്ഷേ ആത്മാവിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അഷ്ടോത്തരം ചൊല്ലുന്ന ഒരാൾ പതുക്കെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. ചിലർക്ക് അഷ്ടോത്തരം ചൊല്ലുമ്പോൾ ഉടൻ ഫലം കാണാറില്ല. അതുകൊണ്ട് പലരും ഇടയിൽ അത് നിർത്താറുണ്ട്. പക്ഷേ വിത്ത് നട്ട ഉടനെ അത് വൃക്ഷമാകുമോ? അതേപോലെ ആത്മീയ ഫലങ്ങളും സമയമെടുക്കും. എന്നാൽ സ്ഥിരമായി ഭക്തിയോടെ തുടർന്ന് ചെയ്യുന്നവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു മാറ്റമുണ്ടാകും. ഭഗവാന്റെ നാമങ്ങളിൽ ഒരു വിചിത്രമായ ലാളിത്യമുണ്ട്. വലിയ ആഡംബരങ്ങളില്ലാതെ പോലും ഭഗവാനെ ആരാധിക്കാം. ഒരു വിളക്കും കുറച്ച് വെള്ളവും ഒരു കൂവളത്തിലയും അത്രയ്ക്ക് മതി. കാരണം ഭഗവാൻ പുറത്തെ ഭംഗിയേക്കാൾ ഉള്ളിലെ സത്യമാണ് നോക്കുന്നത്. നീ എന്ത് മനോഭാവത്തോടെയാണ് നീ എനിക്ക് ഈ പൂജ ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ നോക്കുന്നത്. അഷ്ടോത്തരം കഴിഞ്ഞ ശേഷം കുറച്ച് സമയം നിശബ്ദമായി ഇരിക്കുന്നത് നല്ലതാണ്. കാരണം ആ സമയത്ത് മനസ്സ് വളരെ സുതാര്യമായിരിക്കും. ചിലർക്ക് ആ നിശബ്ദതയിൽ വലിയ ഒരു സമാധാനം അനുഭവപ്പെടും. അതാണ് ധ്യാനത്തിൻ്റെ തുടക്കം. അഷ്ടോത്തര നാമാവലി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷവും കുറച്ച് നേരം കൂടെ ആ ഒരു ധ്യാനാവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു നിശബ്ദാവസ്ഥയിൽ ഭഗവാനെ സ്മരിച്ചിരിക്കുവാൻ തോന്നും. ഒരു കാര്യം ഓർക്കണം, അഷ്ടോത്തരം ചൊല്ലുന്നത് കൊണ്ട് മാത്രം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഒരിക്കലും വരില്ല എന്ന് പറയാനാകില്ല. കാരണം പരീക്ഷണങ്ങളെ നേരിടാനുള്ള ശക്തിയാണ് നമ്മളിൽ വർദ്ധിക്കുന്നത്. ഇരുട്ട് ഇല്ലാതാകുന്നതിന് മുൻപ് ഉള്ളിലൊരു ദീപമാണ് നമ്മുടെ തെളിയുന്നത്. ആ ദീപത്തിൻ്റെ പേര് തന്നെയാണ് ശിവഭക്തി. ഇന്ന് പലർക്കും പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല. കാരണം മനസ്സെപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അഷ്ടോത്തരം പോലുള്ള ദൈവനാമങ്ങൾ മനസ്സിനെ വീണ്ടും സ്വന്തം ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഭഗവാനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പതുക്കെ പ്രകൃതിയോടും ജീവജാലങ്ങളോടും കരുണ തോന്നും. കാരണം ശിവം എല്ലായിടത്തുമുള്ള ബോധമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ ഭക്തി ഒരു മനുഷ്യനെ കൂടുതൽ മനുഷ്യനാക്കുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ല, വീട്ടിൽ ചൊല്ലിയാൽ ഫലമുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. ഭക്തിയുള്ള ഒരു ഹൃദയം തന്നെ ക്ഷേത്രമാണ്. ഭഗവാനെ സത്യസന്ധമായി വിളിക്കുന്നിടത്തൊക്കെയും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അഷ്ടോത്തരം ചൊല്ലുമ്പോൾ മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വയ്ക്കരുത് ഒരിക്കലും. ശിവഭക്തിയുടെ ലക്ഷ്യം പ്രതികാരമല്ല, പരിണാമമാണ്. ഉള്ളിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്ന പരിണാമം. പലർക്കും ജീവിതത്തിൽ ഒരു നാളെങ്കിലും ഒരു നിമിഷം വരും, എല്ലാം കൈവിട്ടു പോകുന്നത് പോലെ തോന്നുന്ന ഒരു നിമിഷം. അപ്പോൾ ഒരു മനുഷ്യന് മനസ്സിലാകും, പണമല്ല, മനുഷ്യരല്ല, ഉള്ളിലെ ദൈവവിശ്വാസം തന്നെയാണ് എന്നെ പിടിച്ചു നിർത്തുന്നതെന്ന്. ആ സമയത്ത് ശിവനാമം ഒരു ആശ്വാസമാണ്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം തന്നെ അഷ്ടോത്തരത്തിൻ്റെ ഹൃദയമാണ്. ഈ 5 അക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളെയും ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ശക്തികളെയും ശുദ്ധീകരിക്കുകയാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് അഷ്ടോത്തരം കഴിഞ്ഞാലും ഈ ഓം നമഃശിവായ എന്ന മന്ത്രം കുറച്ച് സമയം ജപിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ശിവൻ്റെ അഷ്ടോത്തര നാമാവലി വെറും വാക്കുകളല്ല, അതൊരു യാത്രയാണ്. ഭയത്തിൽ നിന്നും വിശ്വാസത്തിലേക്കുള്ള ഒരു യാത്ര, അശാന്തിയിൽ നിന്നും സമാധാനത്തിലേക്കുള്ള ഒരു യാത്ര, അഹങ്കാരത്തിൽ നിന്നും വിനയത്തിലേക്കുള്ള ഒരു യാത്ര, പുറത്തെ ലോകത്തിൽ നിന്നും സ്വന്തം ആത്മാവിലേക്കുള്ള ഒരു യാത്ര. അതുകൊണ്ട് ഒരു നിശ്ചിത സമയം കണ്ടെത്തി ശാന്തമായി ഇരിക്കുക.
ഒരു വിളക്ക് തെളിയിക്ക്. കണ്ണടച്ച മഹാദേവനെ ഓർക്ക്. പിന്നെ പതുക്കെ ചൊല്ലിത്തുടങ്ങ്. ഓം നമഃശിവായ. അപ്പോൾ എല്ലാവരും ഈ അഷ്ടോത്തര നാമാവലി ചൊല്ലാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഒരു വ്യക്തമായ മാറ്റം നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും. ഓം ശിവായ നമ. ഓം മഹേശ്വരായ നമ. ഓം ശംഭവേ നമ. ഒരു നിമിഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. ഇത് വെറും ഒരു നാമാവലിയല്ല, വെറും നാമങ്ങളല്ല, നമ്മളുടെ ഹൃദയത്തെ മാറ്റുന്ന ഒരു ദൈവീക സ്പന്ദനമാണ് എന്ന്. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഭഗവാനെ നേടാൻ വലിയ ആഡംബരങ്ങളുടെ ആവശ്യമില്ല. സത്യമായ ഒരു ഹൃദയം മാത്രം മതി. ഒരു വിളക്ക് തെളിയിക്കുക, ഓം നമഃശിവായ ചൊല്ലുക, ഒരു കണ്ണുനീർ. അവിടെ തന്നെയാണ് മഹാദേവൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് ഇന്നു മുതൽ സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. വേഗത്തിലല്ല, ഹൃദയത്തിൽ നിന്നും സാവധാനം. കാരണം ചില നാമങ്ങൾ ചെവിയിൽ മാത്രമല്ല മുഴങ്ങുന്നത്, നമ്മുടെ ആത്മാവിനുള്ളിലാണ്. ഹര ഹര മഹാദേവ. ഓം നമഃശിവായ.